യുദ്ധത്തിൻ്റെ ആദ്യ 100 ദിവസങ്ങളിൽ കാണാത്തൊരു കാര്യം 101-ാം രാവിൽ ഇന്ന് വെളുപ്പാങ്കാലത്തെ കണ്ടത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇങ്ങനെയാണ്. ഇറാനിൽ നിന്ന് ഇന്നലെ പാതിരാത്രി കഴിഞ്ഞ് പുറപ്പെട്ട മിസൈലുകൾ, ഇസ്രയേലിനെ ലക്ഷ്യം വെച്ച് പുറപ്പെട്ട മിസൈലുകൾ, അതിലൊന്നുപോലും US മിലിറ്ററി വഴിയിൽ തടഞ്ഞില്ല, ഇൻ്റർഫിയർ ചെയ്തില്ല എന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് CNN നൽകിയിരിക്കുന്ന റിപ്പോർട്ടാണ്. ഇത്രയും വ്യത്യസ്തമായി ഈ 101-ാം രാവിൽ എത്തിയിരിക്കുന്നത്. ഇറാനും ഇസ്രായേലും തമ്മിൽ ലെഫ്റ്റ് റൈറ്റ് എന്നതുപോലെ പാതിരാത്രി മുഴുവനും വെളുപ്പാങ്കാലം വരെയും ഇരു രാജ്യങ്ങളും ശക്തമായി പ്രത്യാക്രമണങ്ങൾ നടത്തുകയും നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പെട്രോ കെമിക്കൽ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട് ഇറാനുണ്ടായ നാശനഷ്ടം, അതിന് ബദൽ എന്ന വണ്ണം ഇസ്രായേലിലേക്ക് അവിടുത്തെ ചില എയർ ബേസുകളിലേക്ക് ആക്രമണം നടത്തി കനത്ത നാശനഷ്ടം എന്നിങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ രാത്രി മുഴുവനും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഏതായാലും നേരം വെളുത്തപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് 2 കൂട്ടരോടും പറഞ്ഞു തൽക്കാലം നിർത്തിവെക്കണം, ടു സ്റ്റോപ്പ് ഷൂട്ടിംഗ്. മാത്രമല്ല, നിർത്തിവെക്കുന്ന ആ വാചകം പറഞ്ഞത് മാത്രമല്ല, കരാറിലെത്തുന്നതിൻ്റെ അന്തിമ മുഹൂർത്തത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇനി ആക്രമണം അരുതെന്ന് ശക്തമായ ഭാഷയിൽ ട്രംപ് പറഞ്ഞത്രേ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആദ്യം ഇറാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഇസ്രയേലിന് മേലുള്ള ആക്രമണം തങ്ങൾ നിർത്തിവെക്കാം, ഒരു വ്യവസ്ഥയിൽ ലെബനോനെ ഈ സമയത്തൊന്നും ആക്രമിക്കരുത്. അങ്ങനെ അത് ശരിവെച്ചുകൊണ്ട് ഇസ്രയേലും ആക്രമണം നിർത്താമെന്ന് സമ്മതിച്ചതായി ഇസ്രയേലിൻ്റെ തന്നെ ചില മന്ത്രിമാർ പറഞ്ഞതായി ഔദ്യോഗിക വൃത്തങ്ങൾ തന്നെ പറഞ്ഞതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇതിനൊക്കെ ശേഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടന്നതായും ഇതേ റിപ്പോർട്ടുകളിൽ പറയുകയാണ്. 2 കൂട്ടരും ആക്രമണം നിർത്തിവെക്കാൻ തീരുമാനിച്ച അതേ സമയം തന്നെ ഗോൾഡ് മാർക്കറ്റ് മുന്നോട്ട് പോവുകയും ഓയിൽ മാർക്കറ്റ് അല്പം താഴേക്ക് വരികയും ചെയ്തു. എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ പിന്നെ വാർത്ത വരികയാണ്, ഇസ്രയേലിൻ്റെ വടക്കൻ മേഖലയിലെ സാരിത്ത് പട്ടണത്തിലേക്ക് ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. അവിടെ സൈറൺ മുഴങ്ങുന്നു. അതുകൊണ്ട് ആളുകളൊക്കെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്ന നിർദ്ദേശം വരുന്നു. നാളെ ചൊവ്വാഴ്ച സ്കൂളുകൾക്ക് പെട്ടെന്ന് അവധി പ്രഖ്യാപിക്കുന്നു. അങ്ങനെയുള്ള മാറ്റങ്ങളും സൈറനും വരുമ്പോൾ സ്വാഭാവികമായും അന്തരീക്ഷം വ്യത്യസ്തമായ തലത്തിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട ആക്രമണ പരമ്പരകളെക്കുറിച്ച് ഇറാൻ്റെ സ്പീക്കർ ഗലിബാഫ് പറയുന്നത് ഇങ്ങനെയാണ്, ഞങ്ങളെ എന്തെങ്കിലും കാരണം പറഞ്ഞുകൊണ്ട് ആക്രമിച്ചാൽ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ട്രയൽ കാണിച്ചു കൊടുത്തതാണ് ഇന്നലെ രാത്രി മുഴുവൻ. ഇതുപോലിരിക്കും ഇനിയുള്ള ദിവസങ്ങളിലും ആക്രമിക്കാൻ വന്നാൽ എന്ന മുന്നറിയിപ്പും ഗാലിബാഫ് മുഴക്കിയിരിക്കുകയാണ്. കൂട്ടത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് വീണ്ടും സജീവമായി ഇടപെടുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഇറാനോടും അമേരിക്കയോടും പറയുന്നു, എല്ലാം ഒരു കരാറിലെത്താറായ മുഹൂർത്തമാണ്, എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കണം, ഏതാനും മണിക്കൂറുകൾ മാത്രമെന്നൊക്കെ ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് തന്നെ പുതിയൊരു അവകാശവാദവുമായി യമനിലെ ഹൂത്തി വിഭാഗം രംഗത്ത് വന്നു. ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഒരു നാവികരും ഒരു കപ്പലും ഇനി റെഡ് സീ കടക്കില്ല, ചെങ്കടലിൽ തങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണ്. അത് ഇസ്രയേലിന് മാത്രം തൽക്കാലം നിരോധനം വരുമെന്ന് ഹൂത്തികൾ അറിയിച്ചിരിക്കുന്നു. മാത്രമല്ല, ബാബൽ മന്ദ വടയ്ക്കുന്നതിനെക്കുറിച്ചും അതുവഴിയുള്ള ഗതാഗതം ഇല്ലാതാക്കുന്നതിനെക്കുറിച്ചുമുള്ള മുന്നറിയിപ്പും ഹൂത്തികൾ നൽകിയിരിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കൂട്ടത്തിൽ ഇന്നലെ രാത്രി യമനിൽ നിന്ന് ഹൂത്തികൾ ഇസ്രായേലിന് മേൽ ആക്രമണം നടത്തി എന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഹൂത്തികളെക്കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നുണ്ട്. അൽ ഖർജ് ഗവർണറേറ്റിൽ പ്രിൻസ് സുൽത്താൻ എയർ ബേസിന് നേർക്ക് മിസൈൽ ആക്രമണം ഉണ്ടായെന്നും ചില പ്രശ്നങ്ങൾ ഉണ്ടായെന്നുമൊക്കെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അതിനെ ശക്തമായി നിഷേധിച്ചിരിക്കുന്നു സൗദി അറേബ്യ. മിസൈലുകൾ അൽ ഖാർജ് ഗവർണറേറ്റിലെ പ്രിൻസ് സുൽത്താൻ ബേസിന് മേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് കുതിച്ചെന്നും അതിർത്തിയിൽ വെച്ച് തന്നെ അതൊക്കെ അപ്രത്യക്ഷമായെന്നും സൗദിയുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് വക്താക്കൾ അറിയിക്കുകയാണ്. യുദ്ധവുമായിട്ടൊന്നും ബന്ധമില്ല എന്ന തരത്തിൽ വാർത്ത വരുന്ന മറ്റൊരു കാര്യം, ഇന്ത്യൻ കപ്പൽ ഒരു ഓയിൽ ടാങ്കർ ഹോർമൂസ് കടലിടുക്കിൻ്റെ പരിധിയിൽ വരുന്ന ഒമാൻ്റെ തീരപ്രദേശമായി അറിയപ്പെടുന്ന മസീറ ഐലൻഡിനോട് ചേർന്നൊരു സ്ഥലത്ത് വെച്ച് തീപിടുത്തമുണ്ടായി. അത് ഈ യുദ്ധത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള അനുരണനങ്ങളാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതുവരെ അതിനെക്കുറിച്ചുള്ള തെളിവുകളൊന്നും വന്നിട്ടില്ല. തീപിടുത്തം ഉണ്ടാവുകയും സുരക്ഷാ സേന ഹെലികോപ്റ്ററുകളിൽ വന്ന് എല്ലാ ക്രൂ അംഗങ്ങൾ 24 ഇന്ത്യൻ ക്രൂ അംഗങ്ങളായിരുന്നു, എല്ലാവരെയും രക്ഷപ്പെടുത്തി എന്നാണ് ഒടുവിൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇന്നലെ രാത്രി മുഴുവൻ നീണ്ട ഈ പൊരിഞ്ഞ പോരാട്ടം, ഇറാനും ഇസ്രായേലും തമ്മിൽ നടത്തിയ ആക്രമണം, അതിൻ്റെ വാർത്തയൊക്കെ രാവിലെ വരാൻ തുടങ്ങിയപ്പോൾ തന്നെ ഉച്ചയോടുകൂടി വളരെ ദുഃഖകരമായൊരു വാർത്ത ദുബായിൽ കഴിയുന്ന നമുക്ക് കിട്ടിയത്. ദുബായിലെ പ്രശസ്തമായ എമിറേറ്റ്സ് റോഡിൽ ഒരു മിനി ബസ് മുന്നോട്ട് നീങ്ങവേ
അതിന് മുന്നിൽ വളരെ പെട്ടെന്നൊരു ട്രക്ക് സഡൻ ബ്രേക്ക് ഇട്ട പോലെ നിൽക്കുകയും അവിടേക്ക് മിനി ബസ് പോയി ഇടിക്കുകയും ചെയ്തു. അങ്ങനെ 7 പേർ മരിച്ചു എന്ന പ്രാഥമിക റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. 5 പേർ അതീവ ഗുരുതരാവസ്ഥയിലാണെന്നും അതിൽ ഒരാൾ കൂടി മരിച്ചെന്നും പിന്നീട് റിപ്പോർട്ട് വന്നെങ്കിലും ഔദ്യോഗിക കേന്ദ്രങ്ങൾ അക്കാര്യം വിശദമായി വ്യക്തമായി ഇതുവരെ പ്രഖ്യാപനം നടത്തിയിട്ടില്ല. 7 മരണം, അത് 8 മരണത്തിലേക്ക് പോകുമെന്ന രൂപത്തിലാണ് ഞങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. അത്ര ഗുരുതരാവസ്ഥയിലാണ് ഒരാൾ കഴിയുന്നതെന്ന് റിപ്പോർട്ടുണ്ട്. മറ്റ് 4 പേരും ഗുരുതരാവസ്ഥയിലാണെന്ന് പറയുന്നു. മറ്റുള്ള 4 പേരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല എന്നും അറിയാൻ കഴിയുകയാണ്. ദുബായ് പോലീസ് ഇവിടെ പറയുന്നൊരു കാര്യം നമ്മളെല്ലാവരും അംഗീകരിക്കണം. ഒന്ന്, ഈ വാഹനങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പരിശോധിച്ചിട്ട് റോഡിലിറക്കേണ്ട ഉത്തരവാദിത്വം ഡ്രൈവർമാർക്കുണ്ട്, അതിൻ്റെ ഉടമകൾക്കുണ്ട്, അത് ഓടിക്കുന്നവർക്കുണ്ട്. അതിപ്പോൾ ടയറിൻ്റെ കാര്യത്തിലാവട്ടെ, അതല്ല ഇന്ധനം തീർന്നു പോയിട്ട് പെട്ടെന്ന് നടുറോഡിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും. ഇതൊക്കെ പിഴ കൊടുക്കേണ്ടുന്ന കുറ്റങ്ങളാണെന്ന കാര്യം ദുബായ് പോലീസ് ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സംഭവിച്ചത്, നട റോഡിൽ ഈ വാഹനം നിർത്തിയിട്ടപ്പോൾ പിറകിൽ നിന്ന് വരികയായിരുന്ന മിനി ബസ്സിൻ്റെ ഡ്രൈവർ ഒരു നിമിഷം ഒരു അശ്രദ്ധയിലായിപ്പോയോ എന്ന് പോലും പോലീസ് സംശയിക്കുകയാണ്. കാരണം വേണ്ടത്ര ഡിസ്റ്റൻസ് 2 വാഹനങ്ങൾക്കിടയിൽ സൂക്ഷിക്കേണ്ട ഒരു ദൂരം ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു നിമിഷത്തിൽ എല്ലാം പൊലിഞ്ഞടങ്ങി എന്ന് വേണം പറയാൻ. ആ കുടുംബങ്ങളെല്ലാം നമുക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങളാണ്. അവരുടെ കുടുംബത്തോട് ആ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പൊതുവെ രാഷ്ട്ര നേതാക്കന്മാരോടൊന്നും മമത പുലർത്താത്ത, ആരോടും സ്നേഹം പ്രകടിപ്പിക്കാത്ത, ആരോടും സ്ട്രാറ്റജിക്കായിട്ടുള്ള ബന്ധമൊന്നും സൂക്ഷിക്കാത്ത വടക്കൻ കൊറിയയുടെ മേധാവി കിം ജോങ് ഉൻ ഇന്ന് ചൈനീസ് പ്രസിഡന്റ് സി ജിൻപിങ്ങിനെ വിളിച്ചു വരുത്തി സ്വീകരിച്ചതും ആ പ്യോങ്യാങ് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ചൈനീസ് പ്രസിഡന്റിനെയും ഭാര്യയും സ്വീകരിക്കാൻ വേണ്ടി കിം ജോങ് ഉൻ ഭാര്യയുമൊത്ത് സ്വീകരിക്കാനെത്തിയതും കുട്ടികളെ കൊണ്ട് പൂക്കൾ കൊടുത്തതും വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. മാത്രമല്ല, ചൈനീസ് പ്രസിഡന്റ് പറയുന്നത് വടക്കൻ കൊറിയയുമായിട്ട് പലതരത്തിലുള്ള ബന്ധങ്ങൾ ശക്തമാക്കാൻ, നയതന്ത്രപരമായ ബന്ധം, അതിൽ വാണിജ്യം, ടൂറിസം അടക്കമുള്ള ഒരുപാട് കാര്യം, കൾച്ചർ അടക്കമുള്ളതുണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. ഇതൊക്കെ ഇനി ചൈനയും വടക്കൻ കൊറിയയും പുതിയ ബന്ധുക്കളായി മാറുകയാണ് എന്ന അർത്ഥത്തിൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യരുണ്ടാക്കി വരുന്ന ബന്ധങ്ങൾ, അതിനപ്പുറം ബന്ധങ്ങളിലിരുന്ന മനുഷ്യരുണ്ടാക്കുന്ന ശത്രുതകൾ, ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഇതെല്ലാം ഒരു വശത്ത് നിൽക്കുമ്പോൾ മനുഷ്യൻ്റെ പിടിയിൽ നിൽക്കാത്ത ചില കാര്യങ്ങൾ കൂടി വരികയാണെന്ന് ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങൾ പറയുന്നത് കൂടി ഈ സന്ദർഭത്തിൽ മനസ്സിൽ വെക്കണം. നമ്മൾ ഓരോരുത്തരും വലിയ അഹങ്കാരികളായിട്ടിങ്ങനെ മനുഷ്യൻ്റെ ബുദ്ധിയെ പ്രകീർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന കൂട്ടത്തിൽ സൂപ്പർ എൽനീനോ കേട്ടിട്ടുണ്ടല്ലോ. എൽനീനോ എന്ന് പറയുന്ന സാധാരണ അവസ്ഥയല്ല, അന്തരീക്ഷത്തിലുണ്ടാകാവുന്ന കാലാവസ്ഥാ പ്രതിഭാസമല്ല. സൂപ്പർ എൽനീനോ എന്ന് പറയുന്ന അസാധാരണമായ പ്രതിഭാസം വരികയാണ്. പസഫിക് മഹാസമുദ്രത്തിലെ ഉപരിതലത്തിലുള്ള വെള്ളം ചൂടാവുന്നതിൻ്റെ അളവ് കൂടുകയാണ്. ശരാശരി 2 ഡിഗ്രി വെച്ച് ചൂടാവുന്നെങ്കിൽ ഇപ്പോൾ 6 ഡിഗ്രി വരെ ചൂടാവുന്ന ഘട്ടത്തിലേക്ക് മാറുന്നു. അതാണ് സൂപ്പർ എൽനീനോ ഘട്ടം. അത് ലോകം മുഴുവനും ഈ കാലാവസ്ഥയുടെ സമവാക്യങ്ങൾ തെറ്റിക്കുമെന്ന് പറയുകയാണ്. അത് ഈ ജൂണിൽ ആരംഭിക്കാൻ പോവുകയാണെന്ന് അറിയിപ്പ് വരികയാണ്. നമ്മളിങ്ങനെ ഓരോ ആവേശവും ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പരസ്പരം പോരടിച്ചിങ്ങനെ പോകുന്ന കൂട്ടത്തിൽ പ്രകൃതി തടയാൻ പറ്റാത്തതാണ് എൽനീനോയെ. പക്ഷേ തടയാൻ പറ്റുന്ന ഒന്നുണ്ട്. എൽനീനോ വന്ന് ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കാലാവസ്ഥാ വ്യതിയാന പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ അളവൊന്ന് കുറഞ്ഞിരുന്നാൽ ആഘാതം കുറയുമെന്നാണ്. വെള്ളപ്പൊക്കം വരും, വരൾച്ച വരും, അതിശക്തമായ കാട്ടുതീ വരും. ഇതൊക്കെയാണ് ഈ എൽനീനോ സൂപ്പർ ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളെന്ന് നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് നിസ്സാരന്മാരാണ് നമ്മളെന്നുള്ള ചിന്താഗതിയിൽ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ 101-ാം രാത്രിയിലെങ്കിലും തലയ്ക്ക് വിവേകമുള്ളവർ അതനുസരിച്ച് യുദ്ധം നിർത്താനുള്ള തീരുമാനമെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നൈറ്റ് അപ്ഡേറ്റ്സ് നിർത്തുന്നു. നന്ദി. Night Updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.